വല്ലാർ പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർ പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഇല്ല മാതാവിന്. അപ്പൊ നമുക്കാ അതെന്ത് പരിപാടിയാണത്? മാതാവിന് മാത്രം പെന്തക്കോസ്തുകാർ ചോദിക്കണത് ഇതുകൊണ്ടാണ് ചോദിക്കണത് അല്ല, പെന്തക്കോസ്തുകാർ ചോദിക്കില്ല. അതെന്താണ് നമുക്ക് ഇങ്ങനെ മാതാവിൻ്റെ സ്പെഷ്യലി എന്താണ് കാര്യം പറ. ആദിയിലെ ദൈവം തീരുമാനിച്ചു. എന്തുകൊണ്ട് തീരുമാനിച്ചു? അതെ സമ്മതിച്ച്. എന്തുകൊണ്ടാണ് മാതാവിന് ഈ സ്പെഷ്യല്? ആദിയിലെ തീരുമാനിച്ചാണ്. ആര്? ദൈവം തീരുമാനിച്ചാണ്. ഓക്കെ, അതൊക്കെ സമ്മതിച്ച്. എന്തിനു വേണ്ടി ആദിയിലെ? അന്നാ നമ്മുടെ ആരും തീരുമാനിക്കാൻ പാടില്ലായിരുന്നു. ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാ? ഉറക്കം പോയി കിട്ടുമേ, അല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങും. എനിക്കറിയാം, നിങ്ങളല്ല ഞാനേ. ഓക്കെ, അപ്പോൾ ഇവിടെ ആദിയിലെ ദൈവം തീരുമാനിച്ചു. അത് സത്യമാണ്. എപ്പോഴാണ് തീരുമാനിച്ചത്? അത് പറ. പാപം ചെയ്തപ്പോൾ. അതെപ്പോഴാണ്? ഉൽപ്പത്തി 3:15. അതായത് ഉൽപ്പത്തി 3 പാപം ചെയ്ത് വിഷമിച്ചിരിക്കുക. ഇത് കണ്ട രണ്ടെണ്ണം വിഷമിച്ചിരിക്കുക. അതാണ്ട ഈ ചിത്രത്തിൽ നോക്കിയേ. എന്നെ കണ്ടപ്പോൾ തന്നെ അത്ഭുതം പോയി. പാപം ചെയ്ത് നിൽക്കുകയാണ് ആദവും ഹവ്വയും. ആദ്യം പാപം ചെയ്ത് ആരാൻ? ഉറക്കെ പറ. ആദം അല്ലട്ടാ, ഞങ്ങല്ല. ഓക്കേട്ടാ. അപ്പൊ ആദ്യം അവർ പാപം ചെയ്തു, ശരിയല്ലേ? പാപം ചെയ്തിട്ട് കർത്താവ് സ്വർഗത്തിൽ നിന്ന് എന്താ ചെയ്തോണ്ടിരിക്കണത്? ശാസിക്കനാണ്, വടിയെടുത്ത് അടിക്കണാണ്. പിന്നെന്താണ്? അനുഗ്രഹിക്കണാണ്, ഇല്ലേ? അതാണ് സംഭവം. ദൈവം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറെ മനുഷ്യരുണ്ട്, തെറ്റുകാരനാണ്, പാപം ചെയ്തു. ഇനിയിപ്പോൾ കുർബാനക്ക് പോയിട്ട് കാര്യമില്ല, നമ്മൾ ഓടും, ഇല്ലേ? ഓടേണ്ട കാര്യമുണ്ടാ? ആ കർത്താവ് ആരെ തേടിയാ വന്നത്? അതുകൊണ്ട് പാപം ചെയ്തോളാനല്ല ടീ പറഞ്ഞത്, മനസ്സിലായേ? അതല്ല, കർത്താവ് പാവികളെ തേടിയാ വന്നത്, അല്ലേ? അപ്പോൾ കർത്താവ് ഒന്ന് ആലോചിക്കേ, അനുഗ്രഹിക്കുകയാണ്, അല്ലേ? അനുഗ്രഹിക്കുകയാണ്. അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം. അതായത് പാപം ചെയ്ത ഉടനെ തന്നെ ദൈവം എന്ത് ചെയ്ത്? രക്ഷയും ഒരുക്കി, രക്ഷയുടെ വാഗ്ദാനം നൽകി. അതാണ് 3:15. എന്താണ്? നീയും സ്ത്രീയും തമ്മിലും അവരുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, അവൻ എന്ത് ചെയ്യും? കുതികാലിൽ പരിക്കേൽപ്പിക്കും. 2 കാര്യങ്ങളാണ്. തല തകർക്കും ആരുടെ? പിശാചിൻ്റെ. അപ്പോൾ പുത്രന കുതികാലിൽ പരിക്കേൽപ്പിക്കും. അതായത് കുതികാലിൽ പരിക്കേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ വൈദ്യശാസ്ത്രത്തിന് അന്വേഷിച്ചപ്പോൾ കണ്ടെന്ന് പറയുമോ? കുതികാല് വെട്ടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഭീകരമാണ്, മരിച്ചു പോവാള്, മനസ്സിലായേ? മരണകാരണമാകാവുന്നതാണ്. പക്ഷെ ഇവിടെ എന്താണ്? കുതികാലിൽ പരിക്കേൽപ്പിക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? അവസാനിക്കില്ല അവൻ. ആര്? ഈശോ, മനസ്സിലായ? ഈശോ ഇന്നും മരിച്ചിട്ട് നിൽക്കണില്ലേ? അവൻ പരിക്കേൽപ്പിക്കാനേ പറ്റിയിട്ടുള്ളൂ, അവൻ മരിച്ചിട്ടില്ല. പക്ഷെ അവൻ്റെ കാര്യം ഒന്നും, സാത്താൻ്റെ കാര്യം തല തകർന്നു പോകും, മനസ്സിലായ? അപ്പോൾ അത് ആരിലൂടെയാണ്? സ്ത്രീയിലൂടെ. അപ്പോൾ കാരണം എന്താണ്? ഈ പുത്രൻ ആരായിരിക്കണം? പിശാചിനെ പോലും തോൽപ്പിക്കണമെങ്കിൽ ദൈവമായിരിക്കണം. അപ്പോൾ ദൈവപുത്രൻ ജനിച്ച് ദൈവപുത്രനിലൂടെ പിശാചിൻ്റെ തല തകർക്കണം, ഇല്ലേ? ആ തല തകർക്കുന്ന പോരാട്ടത്തിൽ ഈ ദൈവപുത്രന് പരിക്കേൽക്കും, പക്ഷെ മരണപ്പെടില്ല, തോൽപ്പിക്കാനാവില്ല, മനസ്സിലായ? അപ്പോൾ ആ പുത്രൻ, ദൈവപുത്രൻ തന്നെ വന്ന് മനുഷ്യൻ്റെ പാപത്തിന് ദൈവം പരിഹാരം ചെയ്തുകൊണ്ട് കാര്യമുണ്ടാ? മനുഷ്യൻ്റെ പാപത്തിന് ആര് പാപം ചെയ്യണം? മനുഷ്യൻ തന്നെ പാപം ചെയ്യണം. അതുകൊണ്ടാണ് ദൈവമായവൻ നമ്മുടെ പാപത്തിന് പരിഹാരമാകാൻ മനുഷ്യനായി അവതരിച്ചത്, മനസ്സിലായ? പിടികിട്ടിയ നമ്മുടെ പാപം ദൈവം ചെയ്തുകൊണ്ട് കാര്യമില്ലല്ല. നമ്മുടെ പാപം മനുഷ്യനായി അവതരിച്ച് ദൈവം തന്നെ പാപം പരിഹാരം ചെയ്തു. കാരണം ഇനി ദൈവം തന്നെ പരിഹാരം ചെയ്യണം. കാരണം എന്താണ്? പാപമില്ലാത്തവൻ ചെയ്താലല്ലേ പരിഹാരമാവുള്ളൂ, ഇല്ലേ? അപ്പോൾ പാപമില്ലാത്ത ആര് മാത്രമേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവമായവൻ പാപം മനുഷ്യനാ ചെയ്തത്, ആ മനുഷ്യൻ്റെ പാപം പരിഹരിക്കാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചു. അപ്പോൾ രണ്ടും ക്ലിയർ ആയില്ലേ? ദൈവത്തിനെ പരിഹാരം ചെയ്യാൻ പറ്റൂ. കാരണം എന്താണ്? ദൈവത്തിനാണ് പാപമില്ലാത്ത ഏകാള്. ഓക്കെ, ഒപ്പം എന്തുകൂടി വേണം? മനുഷ്യൻ്റെ പാപമാണ് പരിഹരിക്കാൻ വേണം. അപ്പം മനുഷ്യനായി മാറണം. രണ്ടും നടന്നു. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കണമെങ്കിൽ ആര് വേണം? മനുഷ്യനായി അവതരിക്കണമെങ്കിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലൂടെ കടന്നു വരണം. അപ്പോൾ സ്ത്രീ വേണം. അപ്പോൾ ആ സ്ത്രീ ആരാണ്? അപ്പോൾ ഈ പാപം ഉണ്ടായപ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്ത്? രക്ഷ ഒരുക്കി എന്നുള്ള 3:15 കാണണം, അല്ലേ? ഉടനെ തന്നെ രക്ഷ ഒരുക്കി. അത്രമാത്രം നമ്മളോട് ആർക്ക് സ്നേഹവും കരുതലും ഉണ്ട്. എന്നാൽ ആലോചിച്ച് നോക്കിയേ, നമ്മൾ പാപം ചെയ്തപ്പോൾ തന്നെ ദൈവം കരുതലായിട്ട് ഇറങ്ങി, രക്ഷയായിട്ട് ഇറങ്ങി. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഇതാണ്. ആ ചിത്രം മനോഹരമാണ്. കർത്താവ് അനുഗ്രഹിക്കുകയാണ് പാപം ചെയ്തവരെ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അടുത്തത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, അടുത്ത പാപം ചെയ്തവരാണ്. ആദ്യം ഹവ്വ ചെയ്തു,
രണ്ടാമത് അല്ലേ, എനിക്കുള്ളതൊക്കെ പങ്കാളി കൊടുത്ത് അവനെയും പെടുത്തി പോട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത പാപം ചെയ്താരൻ? കായം പാപം ചെയ്തില്ലേ? പാപം ചെയ്ത് മാരക പാപമല്ലേ? കാരണം സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് കായൻ എന്താ പറഞ്ഞത്? 4:13 ദൈവത്തോട് പറഞ്ഞു, ദൈവം പിടിച്ചല്ല കൈയോടെ പിടിച്ചപ്പോൾ ദൈവത്തോട് പറഞ്ഞു എന്താണ്? ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് പറ്റൂലെന്ന്. മനസ്സിലായ? അപ്പൊ ദൈവം ശിക്ഷിക്കണണ്ട. നിന്റെ അവനെ മുദ്രയിട്ട് സംരക്ഷിച്ചു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കിയേ. മനസ്സിലായ? മുദ്രയിട്ട് സംരക്ഷിച്ചു. കാരണം എന്താണ്? അവൻ ചെയ്ത പാപത്തിന് അവന് പരിഹാരം ചെയ്യാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായ? അതുകൊണ്ട് ആര് ചെയ്തു? ദൈവം പരിഹാരം ചെയ്തു. അവൻ പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ ചെയ്യണ പാപത്തിന് പരിഹാരം ചെയ്യാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ ഇവിടെ ഒറ്റ ഇരിക്കാൻ പറ്റൂലായിരുന്നു ഇവിടെ എന്നിട്ട് പിന്നെ പാപം ചെയ്ത് നടപ്പണ്. പരിഹാരം ചെയ്യാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് വേണ്ടി പാപത്തിന് പരിഹാരം ചെയ്യണം ആരാണ്? വിശ്വല്ലേ? എപ്പോഴാണ് അത് നിങ്ങൾ അനുഭവിക്കണം? എപ്പോഴാന്ന് പറഞ്ഞു തരട്ടെ. നിങ്ങൾ പാപം ചെയ്തിട്ട് നിങ്ങൾക്ക് പാപപരിഹാരം കിട്ടണം അവിടെ ആണാ? ഉറപ്പാണാ? ചെയ്യുമല്ല. അപ്പോൾ നിങ്ങൾ കുമ്പസാര കൂട്ടിപ്പോയിട്ട് നിങ്ങളുടെ നിങ്ങല്ലട്ടാ, നിങ്ങൾ പാവങ്ങൾ ഓക്കെ, പാവമൊന്നുമില്ലല്ലോ. ഞാൻ ഉഗാണ്ടെന്ന് ഇറക്കണേ മാരകവാപികൾ കേട്ടാ. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഉഗാണ്ടെന്ന് ഒരു മാരകവാപിനെ ഇറക്കിയാണ്, ഉദാഹരണം പറയാൻ കേട്ടാ. കുഴപ്പമില്ലല്ലോ, ഈ ഉഗാണ്ടക്കാരും കുറേ എന്നെ ഓടിക്കും. ഒരു മാരകവാവി അവൻ വന്ന് കുമ്പസാരിക്കണേ. അവൻ്റെ പാപത്തിന് അവന് പരിഹാരം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഉറങ്ങിപ്പോവാണ്, ഉറക്കെ കേട്ടാ. അവന് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആര് ചെയ്യും? കർത്താവ് ചെയ്യും. കേട്ടോ, അവൻ കുമ്പസാരിച്ച് കഴിയുമ്പോൾ പാപം ഏറ്റുപറഞ്ഞു, സമ്മതിച്ച്. പാപം ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ പാപത്തിന് പ്രായച്ചിത്തോണ് തന്നത് പരിഹാരമാണോ? പ്രായച്ചിത്തം അനുഷ്ഠിക്കാൻ പറയണേ അല്ലേ? എന്നിട്ട് നമ്മൾ പ്രായച്ചിത്തം അനുഷ്ഠിക്കണം. എന്ത് പ്രായച്ചിത്തം നമുക്ക് കിട്ടിയത്? അത് നമുക്കല്ല, നിങ്ങൾ പാപമൊന്നും ചെയ്തിട്ടില്ലല്ല. ആ മാരകഭാവം ചെയ്യുന്നതായിരിക്കും. അവൻ അച്ഛൻ എന്ത് പരിഹാരം കൊടുക്കും? ഒരു സ്വർഗസ്നാഹ വല്ല ചേർച്ചേണ്ട എനിക്ക് ഭയങ്കര വിഷമാണത്. നമ്മ കഷ്ടപ്പെട്ട് പാവമൊക്കെ ചെയ്ത് നിന്ന് കഴിയുമ്പോൾ അച്ഛൻ പറയേ ഒരു സ്വർഗസ്നായിലേക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ അച്ഛനെ നോക്കും, ഇത്ര മതിയാ ഇല്ലേ? ഒരു ചിന്തയില്ലേ? അപ്പം ഞാൻ ചിന്തിക്കും, ഇതെന്താണ് സഭക്ക് തെറ്റുപറ്റിയ? നമ്മൾ ഇത്രയും വലിയ പാവം ചെയ്തിട്ട് നമുക്കൊരു കഠിനമായ പരിഹാരം തരണ്ടേ? ഒന്നുമില്ലൊരു കുരിശിൻ്റെ വഴിയെങ്കിലും തരണ്ടേ? എന്താ തരാത്ത? അച്ഛന് ബുദ്ധിയില്ലാഞ്ഞിട്ടാണ് സഭക്ക് തെറ്റുപറ്റിയാണ്? ദൈവസ്നേഹമായതുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാം? ഇങ്ങനെയാണ് ഇത്രയും കുരുത്തക്കേട് കാണിച്ചിട്ട് ഒരു സ്വർഗസ്ഥനായെന്ന്. ഇതാണ് മനസ്സിലായ? അത് മനസ്സിലാക്കണം. അതായത് നമ്മുടെ പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആര് പരിഹാരം ചെയ്ത്? ആ പരിഹാരം ചെയ്തപ്പോ പിന്നെ നീ പോയിട്ട് രണ്ടാമത് ചെയ്യേണ്ട കാര്യമുണ്ടാ? അപ്പോ കർത്താവ് നമുക്ക് ഈ തന്നെ എന്താണെന്നറിയോ? എന്താ പറയണ? ഓൾറെഡി കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നീ എന്ത് ചെയ്യണം? ആ പരിഹാരത്തോട് ഒന്ന് ചേർന്നിക്ക്, നിന്നെ കൊണ്ട് പറ്റണത് ചെയ്യും. അപ്പൊ സഭക്ക് തെറ്റുപറ്റിയ, അച്ഛന് തെറ്റുപറ്റിയ, എൻ്റെ പ്രിയപ്പെട്ട ഓരോ കുമ്പസാരത്തിലും നീ പ്രായച്ചിത്തം സ്വീകരിക്കുമ്പോഴല്ല ഈ കാര്യം ഒന്ന് ഓർക്കണം. ഉൽപ്പത്തിയൊന്നും ഓർക്കണം. അന്നു മുതലേ കർത്താവ് നൽകുന്ന ഒരു സ്നേഹമുണ്ട് അല്ലേ? നമ്മ കർത്താവിനെതിരെ പാപം ചെയ്തിട്ട് കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തിട്ട് നമ്മളെ അത്രയും എളുപ്പത്തിലാക്കണം ഇല്ലേ? നമ്മളെ കഷ്ടപ്പെടുത്താതിരിക്കുന്ന കർത്താവിൻ്റെ ഒരു കരുണയും സ്നേഹവും ഇല്ലേ? അത് മനസ്സിലാക്കണമെങ്കിൽ എവിടെ പോകണം? കുമ്പസാര കൂട്ടി പോകണം. അപ്പം പിന്നെ പാപം ചെയ്യണമല്ലേ? അതല്ല ഉദ്ദേശിച്ചത് കേട്ടാ. മനസ്സിലായി? ഇനിയിപ്പോൾ ലൈസൻസ് ആക്കണ്ട. കാരണം എന്തെല്ലാം സ്നേഹമാണ് കർത്താവ് തരുന്നതെന്ന് പറയാനാണ്. മനസ്സിലായ? എന്തൂരം നമ്മൾ വീണാലും കർത്താവ് വീണ്ടും കരുതലായിട്ട് വരുന്നു. ആ കരുതലിൻ്റെ ഏറ്റവും വലിയ സ്നേഹമാണ് ആര്? പരിശുദ്ധ അമ്മ. ഈ പരിഹാരം ചെയ്യാൻ മകൻ വരാൻ നമുക്ക് അമ്മയെ തന്നു. അപ്പം അമ്മയെ മറന്ന് ജീവിക്കാമോ? ഈ അമ്മ ഇല്ലായിരുന്നെങ്കിൽ, അമ്മ യെസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ മോനെ കിട്ടുമോ? ഈ മോനെ കിട്ടിയില്ലായിരുന്നു നമുക്ക് കുമ്പസാര കൂട്ടി പോയി ഒടുക്കത്തെ പരിഹാരം ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അതിൽ നിന്ന് എളുപ്പത്തിൽ നമ്മൾ രക്ഷിച്ചത് ആരാ? ഈശോ. ആരിലൂടെ? അപ്പൊ അമ്മേനോട് മറന്നു പോകുമ്പോ ഇപ്പൊ പിടികിട്ടിയില്ലേ? അപ്പൊ അത് ആഴത്തി മനസ്സിലാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എന്നെ ഈ പിക്ചർ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അത് സത്യമാണ്. കാരണം അത് ഭയങ്കരമാണ്. കാരണം നമ്മളെ കർത്താവ് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് ഇല്ലേ? ഇതൊക്കെ മാറും, പറഞ്ഞുതരാം. അനുഗ്രഹമൊക്കെ മാറും, ഇത് പറഞ്ഞുതരാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ. ഈ കുമ്പസാരക്കൂട്ടി പരിഹാരം തുടങ്ങിയ എവിടെയെന്ന് പറയാം? നിങ്ങൾ വെട്ടോ നോക്കി പഠിപ്പിക്കൽ ഉത്തരം പറ. പാപം ചെയ്തു എപ്പോഴാണ് കുമ്പസാരം, അതായത് പരിഹാരം തുടങ്ങിയത് എപ്പോഴാണ്? നോക്കി പഠിപ്പിക്കണം.
ക്രിസ്ത്യാനികളല്ലേ ഇതൊക്കെ? ഉൽപ്പത്തി ഒന്നും വായിച്ചല്ലോ. ഈശോ മരിച്ചപ്പ തുടങ്ങിയത് എവിടെയാണെന്ന്? ഈശോ മരിച്ചപ്പ പൂർത്തിയായി. തുടങ്ങിയത് എപ്പോഴാണെന്ന്? കാലിത്തൊഴുത്തിലാ. കാലിത്തൊഴുത്ത് ജനിച്ച്. ഞാൻ ചോദിക്കണത് പരിഹാരം പ്രവൃത്തി കർത്താവ് വാഗ്ദാനം ചെയ്തത് എവിടെയാണെന്ന്? ഏദൻ തോട്ടത്തിൽ തന്നെ കേട്ടോ. പാപം ചെയ്ത ഉടനെ തന്നെ ഈ സംഭവമൊക്കെ ഉണ്ട്. അത് പാപത്തിന്റെ അവസ്ഥ മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഓക്കെ, ആദ്യം പാപം ചെയ്ത ആരാൻ? അവിടെ നിന്ന് അങ്ങോട്ട് പറയുമ്പോൾ മനസ്സിലാവും. ബോറടിച്ചാ? ഉറക്കം വന്നണ്ടാ? ആ, എന്നാ ഞാൻ ശരിയാക്കും. അവ കേട്ടോ, പാപം ചെയ്ത ആരാണ്? ഹൗവ. രണ്ടാമത് ചെയ്ത ആരാണ്? ആദം. ഓക്കെ, മനസ്സിലാക്കി പോകണം കേട്ടാ. എന്നാലേ മലോത്ഭവം എന്താന്ന് മനസ്സിലാവുള്ളൂ. പാപമില്ലാതെ ജീവിക്കണതിന്റെ പ്രാധാന്യം മനസ്സിലാവണമെങ്കിൽ പാപം എന്താണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നഷ്ടമെന്ന് മനസ്സിലാക്കണം. പിടി കിട്ടിയാ? ആ കേട്ടോ, ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ പറയണ്, എന്താണ് പാപം? ആദ്യം ദൈവം പറഞ്ഞ് ഇവിടെയുള്ള മുന്തിരി ഓറഞ്ചും ആപ്പിളും പപ്പായൊക്കെ തിന്നോ. ഈ ആപ്പിൾ മാത്രം തിന്നണ്ടെന്നേ പറഞ്ഞുള്ളൂ അല്ലേ? അത് മാത്രം തിന്നാനുണ്ടായിരുന്നുള്ളെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പട്ടിണി കിടക്കണ്ടല്ല. പക്ഷെ ബാക്കിയെല്ലാം സമൃദ്ധി തന്നിട്ടുണ്ട് ഇല്ലേ? പറ പറ. നമുക്ക് ജീവിക്കാനുള്ള സകല കാര്യവും കർത്താവ് ഈ ലോകത്തിൽ നമുക്ക് തന്നിട്ടുണ്ടായില്ലേ? പറ. എന്നിട്ട് പിന്നെ ആവശ്യമില്ലാത്ത തിന്നാൻ പോണ എന്തിനാണ്? എന്നെ കൊണ്ട് ദേഷ്യപ്പെടുത്തിട്ടാ നട്ടുച്ച നേരത്ത്. മനസ്സിലായ? അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. പാപം എത്ര ഭീകരമാണെന്ന് മനസ്സിലായാലേ പാപമില്ലാത്ത ജീവിതത്തിന്റെ സൗന്ദര്യം മനസ്സിലാവുള്ളൂ. പിടിയിട്ടിയാ? അമലോത്ഭവത്തിന്. അതായത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഏദൻ തോട്ടത്തിൽ ദൈവമാക്കിയപ്പോ നമുക്ക് എന്തിനെങ്കിലും കുറവുണ്ടായ? പറ. അതായത് നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ അവിടെ ഉണ്ട് ഇല്ലേ? ഇല്ലേ? എന്നിട്ട് കർത്താവ് പറഞ്ഞ് ഇത് മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞു. ഏത് മാത്രം? ആപ്പിള് മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞു ഇല്ലേ? അല്ല എന്തെങ്കിലും തെറ്റുണ്ടാ? ഇതൊന്നും നിനക്ക് തിന്നാൻ തന്നിട്ടില്ലെങ്കിൽ ഇത് തിന്നരുതെന്ന് പറഞ്ഞാൽ തെറ്റാണത്. പട്ടിണി കിടന്ന് ആകാൻ പാടില്ലല്ല. പക്ഷെ കർത്താവ് നിനക്ക് വേണ്ട സമൃദ്ധിയിൽ തന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ബാക്കി പപ്പായ, ഓറഞ്ച്, പേരക്ക, മുന്തിരി, റംബൂട്ടാൻ ഇതെല്ലാം 2 കിലോ വെച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു എവിടെയെങ്കിലും? ഇല്ലല്ല. ആവശ്യത്തിനെടുക്കാം. അല്ലെങ്കിൽ 1/2 കിലോ വെച്ചെടുത്താൽ മതി അങ്ങനെ പറഞ്ഞായിരുന്ന? ഇല്ല. അത് മുഴുവനും നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ആണല്ല? അതായത് ഭയങ്കര സമൃദ്ധിയാണ് നമുക്ക് തന്നത്. അതായത് ഒന്നിനും കുറവില്ലെന്ന് പറഞ്ഞാൽ ഒന്നിനും കുറവില്ല. അതാണ് സത്യം. അതാണ് ഏദൻ തോട്ടം. മനസ്സിലായല്ലേ? പറുദീസ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഏദൻ തോട്ടം പറുദീസ എന്ന് പറഞ്ഞാൽ എന്താണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്? അത് ദൈവം കൂടെയുള്ള അവസ്ഥ തന്നെയാണ്. കാരണം ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്ക് വല്ല കുറവുണ്ടാ? ആ കേട്ടോ. അപ്പൊ ദൈവം കൂടെയുള്ള അവസ്ഥ, അതായത് ഒന്നിനും കുറവില്ല. അത് തീർത്ത് മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് ഒന്നിനും കുറവില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ആക്കിയിട്ട് ദൈവം പറഞ്ഞ് ഇത് മാത്രം കഴിക്കരുത്. ഓക്കെ, കഴിക്കേണ്ട ആവശ്യമുണ്ടാ? പറ. കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ പറ, നമ്മുടെ ജീവിതത്തിന് വേണ്ടത് മുഴുവൻ കർത്താവ് തന്നിട്ടില്ലേ? എന്നിട്ട് പിന്നെ പാപത്തിന് പോകണ എന്തിനാണെന്ന് ചൂരലെടുക്കും ഞാൻ. പാപത്തിന്റെ പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടാ? അതായത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാരും മദ്യപിക്കാറില്ലല്ല? മദ്യപിക്കാറുണ്ടാ? ഇല്ലല്ല. എൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാ? ഇല്ല. പിന്നെന്തിനാണ് കുറെ എണ്ണം ബിവറേജിൽ പോണത്? ഇതില്ലാണ്ട് ജീവിക്കാനുള്ള അവസ്ഥ കർത്താവ് തന്നിട്ടുണ്ടല്ലേ? അതായത് പാപമില്ലാതെ സമൃദ്ധിയില്, സന്തോഷത്തില്, ആനന്ദത്തില് ജീവിക്കാൻ കർത്താവ് നമുക്ക് ഇടയെ തന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? എന്നിട്ട് പിന്നെ ആ പാപത്തിന് കഷ്ടപ്പെട്ട് പോണെന്തിനാണ്? മനസ്സിലായ? ഗതികേട് മനസ്സിലാകണ്ട. ഗതികേട് എന്നാ പറയണത് പാപത്തെ. മനസ്സിലായ? അതായത് അതിന്റെ ആവശ്യം സത്യത്തിൽ ഇല്ല. ചുമ്മാ പോയി പിശാച് നുണ പറഞ്ഞ് പെടുത്തിക്കളനാണ്. പിടിയിട്ടിയാ? ഇനി അടുത്തത് നിങ്ങൾക്ക് ഉള്ളത്, നിങ്ങൾ ബിവറേജിൽ പോകില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് നിങ്ങൾക്ക് സന്തോഷമായി. ഞാൻ ഇരിക്കട്ടെ, കുശുമ്പും കുന്നായ്മ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ലേ? പറ. പിന്നെന്തിനാ കുശുമ്പിന് പോണത്? അപ്പൊ ഒരു പാവം കൂടി മാറിക്കിട്ടില്ലേ? അതുകൊണ്ട് ഒരു പുണ്യവും ഇല്ലല്ല. പിന്നെ അതിന് മേലാ ചെയ്യരുത്. അതുപോലെ നമ്മൾ ഓരോ പാപം ഓർത്തൊന്ന് ധ്യാനിച്ചേ, ചെയ്തുകൊണ്ടിരിക്കുന്ന കുരുത്തക്കേടുകളൊന്നും ഓർത്ത് ധ്യാനിച്ചേ. എന്നിട്ട് പറ, അതില്ലാണ്ട് എനിക്ക് ജീവിക്കാല്ല. സാഹചര്യം തരാൻ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്ന കാര്യം, നമ്മുടെ ചെയ്യണ എല്ലാ പാവവും എടുക്ക്. എല്ലാ പാവവും നിങ്ങൾ വ്യക്തിപരമായിട്ടൊന്ന് ധ്യാനിക്കും. എന്നിട്ട് ഇതിങ്ങനെ ചിന്തിക്കേണ്ടത്, കർത്താവേ, ഈ പാപം ഇതില്ലേലും എനിക്ക് ജീവിക്കാൻ പാടില്ലേ? പറ്റൂല്ലേ? അപ്പൊ പിന്നെ എന്തിനാ ഇതിന് പോണത്? അപ്പോഴാണ് അമ്മച്ചി പറഞ്ഞ കാര്യം, സാഹചര്യം നോക്കി ജീവിക്കാനല്ല നമ്മളെ വിളിച്ചേക്കണത്, സൃഷ്ടിച്ചേക്കണതും. ഈ ലോകത്തിലാണ് നമ്മ, പക്ഷെ ലോകത്തിൻ്റെതല്ല. ആണാ? മനസ്സിലായ? സാഹചര്യം എന്ന് പറഞ്ഞ ലോകമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ എത്ര ആളുണ്ട്? പറ. ഇവിടെ കൊച്ചുങ്ങളാരും ഇല്ലല്ല.
ഞാൻ മാത്രമുള്ള ഏക കൊച്ചി. ഏറ്റവും പ്രായം കുറഞ്ഞ ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഞങ്ങൾ ചെറുപ്പമാണ് അല്ലേ. ഞങ്ങൾ ഒളിച്ച് ഇവിടെ ഇരിക്കണ ഭൂരിപക്ഷം എണ്ണവും CC അടഞ്ഞ് തീർന്നതാണാ. ഇനി എത്ര ആളും കൂടെ ഉണ്ട് പറ. അതിൽ നാളൊന്നുമില്ല, ജീവിതത്തിന്റെ പകുതി തീർന്നതാണ്. അതായത് ഞാൻ പറയണെന്താന്ന് വെച്ചാ, മൂക്കിപ്പഞ്ഞ് മേടിച്ച് വെച്ചോ, കിട്ടാണ്ട് വരും ഒക്കെ കൂടിയ. അതായത് ഞാൻ ഇത്ര പറയുള്ളൂ, നമ്മൾ ഈ ലോകത്തിൽ എത്ര നാളുണ്ടാവും? മാക്സിമം 80-100 കഷ്ടി, ഇത്രയല്ലേ ഉള്ളു. ഞാൻ ചോദിക്കട്ടെ, ഈ 80-100 വർഷത്തേക്കുള്ള ജീവിതമുള്ള നമുക്ക് അത്രക്ക് പൊട്ടനാണ് നമ്മൾ സൃഷ്ടിച്ച ദൈവം നമുക്ക് തന്നേക്കണ ജീവൻ ഈ 80 വർഷത്തേക്കാണ്? അല്ല, അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് എത്ര നാളുണ്ട് ആണാ? പരിശുദ്ധ അമ്മ മരിച്ചിട്ട് എത്ര നാളായി? മരിച്ചിട്ട് പോലും എടുത്തിട്ട് പോയി അല്ലേ. എന്നിട്ട് ഇപ്പോഴും അമ്മ ഇവിടെ നിലനിൽക്കണില്ലേ? ഇതല്ലേ ജീവിതം, ഇതല്ലേ നിത്യജീവൻ. ഈ നിത്യജീവനല്ലേ നമുക്ക് തന്നേക്കണത്. ആ നിത്യജീവൻ എത്ര വലുതാ, ഈ ലോകത്തിലെ ജീവൻ എത്ര ചെറുതാ, മനസ്സിലാക്ക്. എന്നിട്ട് ഈ ലോകത്തിന്റെ സാഹചര്യത്തിൽ അടിമപ്പെട്ട് കിടക്കേണ്ട കാര്യമുണ്ടാ? പറ. ഇതിനെ ചാടിക്കിടക്കണ്ടേ? പറ. അല്ലെങ്കിൽ പൊട്ടക്കിണറ്റി കിടക്കണ തവളനെ പോലെയല്ലേ ഈ 5-8 വർഷത്തെ ജീവിതത്തിന് വേണ്ടി ഇങ്ങനെ കിടന്നിട്ട് ഇവിടെ കിടന്ന് ആസ്വദിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ നിന്ന് കിടക്കണ്ടേ? പറ. ഇവിടെ ആരാ ഉള്ളത്? അന്തോണിസിനാളിരിപ്പുണ്ട്. ഈ അന്തോണിസിനാൾ ഈ ലോകത്തിൽ എത്ര ആൾ ജീവിച്ച്? പറ. എനിക്ക് ഇത്തിരി കലിപ്പിൽ സംസാരിക്കല്ലേ, ഉറങ്ങും. 36 എനിക്ക് തോന്നുന്നു. 36 എന്നാ 34 നിങ്ങൾ പറഞ്ഞാൽ 34 അത്രേ ഉള്ളു. 1-2 വ്യത്യാസം വരും. 34 വർഷമുള്ള ഈ മനുഷ്യൻ ജീവിച്ചുള്ളത് ആണാ? ദേഷ്യപ്പെടുന്നോണ്ട് കുഴപ്പമുണ്ട, ഉറങ്ങാണ്ടിരിക്കാനാണ് ഞാനേ. അപ്പൊ 34 വർഷം ഈ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളു. ഇന്നും ഈ മനുഷ്യൻ ജീവിച്ചിരിപ്പണ്ട. പവറല്ലേ? ഈ മനുഷ്യൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കിട്ടണില്ല അത്ഭുതങ്ങളൊക്കെ. അതായത് അർത്ഥം എന്താണ്? ഇന്നും ലൈവാണ്. മനസ്സിലായ? അപ്പൊ എന്നിട്ട് ഞാൻ അടുത്ത് 34 വർഷം ലോകത്ത് ജീവിച്ചിട്ടുള്ളു. പക്ഷെ നൂറ്റാണ്ട് ഇത്രയുമായിട്ടും ഇപ്പോഴും നിൽക്കുകയാണ് ഇല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പവർഫുൾ ടൈം ഏതാണ്? ഈ ലോകത്തിലെ 34 വർഷമാണോ ഇപ്പോഴുള്ള ജീവിതമാണോ? അല്ലേ? അപ്പൊ ഏതാ വേണ്ടത്? സാഹചര്യമാണോ വേണ്ടത്? നമ്മൾ സാഹചര്യത്തിൽ പെട്ടുപോയി. സത്യമാണാ പറഞ്ഞത് ഇല്ലേ. നമ്മൾ ഈ ലോകത്തിന്റെ അത് വേണം ഇത് വേണം, ഇല്ലാണ്ട് പറ്റൂല, ഇല്ലാണ്ട് പറ്റൂന്ന്, ഇല്ലാണ്ട് പറ്റും, ഇവിടത്തെ ഒന്നും ഇല്ലാണ്ട് പറ്റും ഇല്ലേ. ഈ ലോകത്തിന്റെ ഭക്ഷണം കഴിക്കാതെ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച ആൾക്കാരില്ലേ? പറ. ഞാൻ ചോദിക്കട്ടെ, ഫ്രാൻസിസ് അസീസി എന്തിന്റെ കുറവുണ്ടായിരുന്നു വീട്ടിൽ? ആവശ്യത്തിന് സമ്പത്ത് ഉണ്ടായില്ലേ? എന്നിട്ട് എന്ത് ചെയ്ത്? അതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നേച്ചാ നമ്മളെ പോലെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയില്ലേ. എന്നിട്ട് ആ മനുഷ്യൻ ഇന്നും ജീവിക്കണില്ലേ? ലോകം മുഴുവൻ ആദരിക്കണില്ലേ? 2ാം ക്രിസ്തു എന്ന് പ്രഖ്യാപിക്കപ്പെട്ടില്ലേ? ഇവിടെ ഒരാൾ കിടപ്പുണ്ടല്ല, ഫ്രാൻസിസ് സേവർ. ഗോവയില് പോയാ? ഗോവയെ കാണാൻ പോയാ ഫ്രാൻസിസ് സേവർ? ആ മനുഷ്യനോടെ നമ്മുടെ ഇഗ്നേഷ്യസ് ലോയോള എന്നിട്ട് എന്താ പറഞ്ഞത്? എടാ മോനെ ദിനേശാ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? വലിയ പ്രമാണിയായിരുന്നു, സമ്പന്നനായിരുന്നു, മാടമ്പിയായിരുന്നു, എല്ലാ കഴിവുണ്ടായിരുന്നു ഇല്ലേ. അപ്പോഴാണ് ലോകം മുഴുവൻ നേടി നിന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ എന്ത് പ്രയോജനം? ഒറ്റ വചനം, മത്തായി 16:26. എന്ത് സംഭവിച്ചു? എല്ലാം ഇട്ടിട്ട് ഇറങ്ങിപ്പോന്ന, എന്നിട്ട് ഈശോയ്ക്ക് കൊണ്ട് ജീവിച്ച. അപ്പൊ ഈ ഉണ്ടായിരുന്നതൊക്കെ ഇല്ലാതെയും ജീവിക്കാൻ പറ്റുമോ ഇല്ലേ? പറ. അപ്പൊ സാഹചര്യമാണോ നമ്മൾ അനുസരിച്ച് ജീവിക്കേണ്ടത്? സാഹചര്യത്തിന്റെ മോളിൽ പോണം. ഈ ലോകത്തിനേക്കാളും വലുതാ നമ്മള്, ലോകത്തെക്കാളും വലുതാ നമ്മൾ അല്ലേ. ആ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ അടിമയായി പോണത്. സിമ്പിൾ ഉദാഹരണം, മൊബൈൽ ഫോൺ എല്ലാത്തിനും ഉണ്ടാ? നോക്കി പിടിച്ചേ. അതെനിക്കുണ്ട്. ഒരു സിമ്പിൾ ഉദാഹരണം, ഇന്ന് ലോകത്ത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. മൊബൈൽ ഫോൺ ഉണ്ട് അല്ലേ. ഇത് വേണോ വേണ്ടേ? വേണം. ഒരുപാട് ഉപകാരങ്ങളുണ്ടല്ല, ഒരുപാട് ഉപകാരങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇത് വേണം, അതൊരു യന്ത്രമാണ്. ഈ യന്ത്രമാണ് വലുത്, ഞാനാണ് വലുത്. ഈ യന്ത്രം സൃഷ്ടിച്ചതിനേക്കാളും വലിയ ആളല്ല എന്നെ സൃഷ്ടിച്ചത് ഇല്ലേ. പറ. ഇനി ഈ യന്ത്രത്തിനില്ലാത്ത ഒന്ന്, വില കൂടിയ ഒന്ന് എനിക്കുണ്ട്. ഏതാണ്? ഇത് ഇവനുണ്ടാ? ഇല്ലല്ല. ഞാൻ പറയണതല്ലേ ചെയ്യുള്ളൂ. ഞാൻ കറണ്ട് കൊടുത്താലല്ല അവൻ വർക്ക് ചെയ്യുള്ളൂ. പറ. അപ്പൊ ഏതാ വലുത്? യന്ത്രമാണോ ഞാനാണോ വലുത്? മനസ്സിലായോ? ഇതെത്ര ആളുണ്ടാവും? 2 കൊല്ലം കൂടി കഴിയുമ്പോൾ തീരും ഇല്ലേ. പക്ഷെ ഞാൻ കർത്താവ് അനുവദിക്കുന്നിടത്തോളം പോവും ഇല്ലേ.
അവനെ ഈ ചാർജ് കുത്തിയിട്ടാലേ അവന് ചാർജ് ഉണ്ടാവുള്ളൂ. ഞാൻ കുത്തിയിടാണ്ട് തന്നെ ശ്വാസം വലിച്ചോണ്ടിരിക്കണാണ്. പറ, അപ്പൊ ഏതാ വലുത്? ഞാനല്ലേ? അതെന്തുകൊണ്ടാണ്? ദൈവമാണ് എനിക്ക് ജീവൻ തന്നേക്കണ. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് ഇല്ലേ? അപ്പൊ ഈ യന്ത്രത്തിന്റെ അടിമയാകേണ്ടവനാണ് ഞാൻ. പറ, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കണൊക്കെ ഇതിന്റെ അടിമയാണ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് കഴിയുമ്പോൾ അപ്പൊ അതിന്റെ പറയുക കുർബാനക്ക് വന്നേക്കണാണ് പറഞ്ഞത്. കുർബാനക്ക് കേട്ടോട്ടാ, ഒരു അതിശയോക്തിയിൽ സംഭവിച്ച ഞാൻ ഖുർആനിലേക്കൊണ്ടിരിക്കുകയാണ്, ഭക്തിസാന്ദ്രമായി ഖുർആനിലേക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പാട്ട്, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. റിംഗ് ടോൺ അടിച്ചതാണ്. അപ്പത്തിന് അവൻ എന്ത് ചെയ്യുന്നറിയോ? അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓടി. ഞാൻ ചോദിക്കട്ടെ, കുർബാനയില് നിന്ന് അവൻ ഓടിപ്പോയി. ആരെ ഇട്ടിട്ടാ പോയത്? ഈശോയാണോ വലുത്? അവനാ മൊബൈൽ വിളിച്ച പിശാചാണോ വലുത്? ഞാൻ ചോദിക്കണതേ, ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റണത് ആരാ? അങ്ങനെയാണെങ്കിൽ കുർബാന മധ്യേന്ന് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോയത് ആരാ? അല്ലേ? തെറ്റുണ്ട ഞാൻ പറഞ്ഞതിൽ? ഇത് യൂട്യൂബിൽ പോവുമായിരിക്കും അല്ലേ? മനസ്സിലായ? അതായത് അമ്മച്ചി പറഞ്ഞ കാര്യം വളരെ ആത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിക്കലാണ് കേട്ടാ. ഞാൻ ഒരുങ്ങുമെന്ന് പറയണതല്ല ഈ പറയണത്. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കണത്. ആത്മാവ് നിങ്ങളിലൂടെ സംസാരിക്കും. ഇതാണ് കറക്റ്റ്. ഇത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. ഈ സാഹചര്യം, ഈ പ്രസംഗം ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. അതായത് സാഹചര്യങ്ങളെ കുറിച്ച് പറയും. ലോകത്തിലാണ് നമ്മുടെ സാഹചര്യം. പക്ഷെ ഈ ലോകത്തിന്റെ അടിമയാകല്ലേ. പക്ഷെ ലോകത്തിൽ ജീവിക്കണം വേണ്ടേ? ഈശോ പറഞ്ഞൊരു വാക്കുണ്ട് പ്രാർത്ഥിച്ചപ്പോ, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞ എന്താ? പിതാവേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്തിൽ ദുഷ്ടനിൽ നിന്നും അവരെ രക്ഷിക്കണമേ എന്നാ. കറക്റ്റ് അല്ലേ? അതായത് ലോകത്തിന്റെ സാഹചര്യത്തിന്റെ അടിമയാക്കരുതെന്നാ. ലോകത്തിലാണ് നീ ജീവിക്കണത്, പക്ഷെ ലോകത്തിൻ്റെതല്ല. ഇപ്പൊ സാഹചര്യം ശരിയായ, തീരുമാനമായ? കറക്റ്റാണ്ട ചോദിച്ച ആത്മാവ് യോജിപ്പിച്ചാണ് കേട്ടാ. അപ്പൊ ഞാനത് തമാശയിലൂടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. വിഷമമൊന്നുമില്ലല്ലോ. വിഷമമുണ്ടെങ്കിലും കുഴപ്പമില്ല, തുടങ്ങി ചോദിച്ചാൽ മതി കേട്ടാ. അപ്പൊ പ്രിയപ്പെട്ടവരെ, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഈ ഉത്ഭവത്തിലേക്ക് വരാനാണ് ഈ പാടുക. കാരണം അതിന്റെ ക്ലിയർ മനസ്സിലാണ്. അപ്പോ ഇവിടെ സംഭവിച്ചെന്താ? കർത്താവ് എല്ലാം കൊടുത്തു. എന്നിട്ട് എടാ നീ ഇതും മാത്രം വേണ്ടെന്ന് വെക്ക്. എന്താ? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ആത്മാവ് പറഞ്ഞൊരു കാര്യം പറയാം. ഇത് ഞാൻ ആദ്യമായിട്ട് പറയണ ഈ സംഭവം കേട്ടോട്ടാ. അതായത് ഈ കാര്യം മാത്രം വേണ്ടെന്ന് കർത്താവ് പറഞ്ഞെന്താ? ആപ്പിൾ മാത്രം വേണ്ടെന്ന് പറഞ്ഞ കാര്യം എന്താ? അതായത് എന്താ സംഭവം എന്നറിയോ? ഈ മിതത്വം എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ, ചില നിയന്ത്രണങ്ങളൊക്കെ നമുക്ക് ആവശ്യമല്ലേ? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6:12 പറയണം അല്ലേ? എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും നിന്നെ അടിമപ്പെടുത്തരുത്. എന്തൊരു മനോഹരവചനമാണ്! ഇതാണ് സത്യം. അതായത് എല്ലാം നിയമാനുസൃതമാണ്. നിനക്കെല്ലാം ഉപയോഗിക്കാം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചൂടെ? ഉപയോഗിക്ക്. നിയമത്തിനെതിരുവല്ലോ ആണോ? അല്ല. പക്ഷെ എല്ലാം പ്രയോജനകരമല്ല. മൊബൈലിൽ എല്ലാം പ്രയോജനകരം നമുക്ക് കിട്ടണുണ്ടാ? പറ. ഇനി അടുത്ത കേട്ടോ. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞേണ്ട. അങ്ങനെ ലോകത്തിലുള്ള എല്ലാത്തിനെ കുറിച്ച് ധ്യാനിച്ചോ. എന്നിട്ട് അടുത്ത്, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നിനും നിന്നെ അടിമപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായ? അതായത് നമുക്കിതെല്ലാം വേണമെന്നേ, ഈ ലോകത്തിലുള്ളതെല്ലാം വേണം, പക്ഷെ അതൊന്നും നിന്നെ അടിമപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞില്ലേ, കുർബാന എന്ന ശ്രേഷ്ഠമായ വിശുദ്ധ കുർബാന ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് നിന്നെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകാനോ കുർബാനയ്ക്ക് പങ്കെടുക്കാതിരിക്കാനോ നിന്നെ എന്ത് പ്രേരിപ്പിച്ചാലും അത് ശരിയാണല്ലേ? മനസ്സിലായ? അപ്പൊ അതാണ് പറയുന്നത്. അപ്പോൾ അതാണ് പ്രിയപ്പെട്ടവരെ, അതായത് ചില കാര്യങ്ങൾ നിയന്ത്രിക്കണം നമ്മുടെ ജീവിതത്തിൽ. എല്ലാമൊന്നും എനിക്ക് വലിച്ചുവാരി തിന്നേണ്ട ആവശ്യമില്ല. മനസ്സിലായ? അതാണ് ആ ഒരു നിയന്ത്രണം, മിതത്വം പരിപാലിക്കാനാ കർത്താവ് എല്ലാം തന്നിട്ട് ഒന്ന് മാത്രം വേണ്ടെന്ന് വെച്ചത്. സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പെൺകുട്ടികളെ ഇതായിട്ട് പറയണല്ലേ, ഞാൻ പറഞ്ഞാണ്, പെൺകുട്ടികളോട് പറയൂലേ മിതത്വം വേണം, നീ കാല് കയറ്റി വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളാണ് അതൊക്കെ. അല്ല, അത് കുഞ്ഞു കാര്യമായിട്ടൊന്നും വിചാരിക്കണ്ട. അത് ആ കൊച്ച് ഒരു പ്രായപൂർത്തി പക്വത വരുന്നത് വരെ ചില ശീലങ്ങൾ പരിശീലിച്ചു വന്നില്ലെങ്കിൽ ഇപ്പൊ കാണുന്ന പോലെ എന്തെവിടെ പെരുമാറുന്നു, എന്തിട്ട് നടക്കുന്നു ഒരവസ്ഥയിലല്ല. പിടികിട്ടിയ? അതായത് ചില പ്രായത്തിൽ ചില കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെട്ട് വളരണത് അവരെ നിയന്ത്രിച്ച് കൊല്ലണതല്ല, പരിശീലനത്തിന്റെ ഭാഗമാണ്. ദൈവം പോലും ഏന്തോട്ടത്തിൽ എല്ലാം കൊടുത്തിട്ടും ചിലത് വേണ്ടെന്ന് വെക്കാൻ നമ്മൾ പരിശീലിപ്പിക്കുക. ഇതൊക്കെ എല്ലാം ഒന്നും വേണ്ട, നിനക്ക് ആവശ്യമുള്ളത് മതി, അത് ഞാൻ തന്നോളാം. മനസ്സിലായ? ഇനി വേറെ ആരും ചോദിക്കട്ടെ, അവിടെ നന്മതിന്മകളുടെ വൃക്ഷമുണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞത് എന്താ പറഞ്ഞത്? അതിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതിൻ്റെ ഭക്ഷിക്കുന്നറിയോ? ലോകത്തിലുള്ളതല്ല നീ
നന്മതിന്മയായിട്ട് തിരിച്ചറിയേണ്ടത്. നിന്റെ നന്മതിന്മ തിരിച്ചറിയേണ്ടത് ലോകത്തിൽ നിന്നല്ല, മറിച്ച് എവിടെ നിന്നാണ്? നിനക്ക് ഉള്ളിൽ തന്നേക്കണ ആത്മാവാണ്. ആത്മാവ് ഉള്ളിൽ തന്നേക്കണ എന്തിനാണ്? ആത്മാവ് ഉള്ളിൽ തന്നേക്കണത് ആരാ? ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവ്. നിന്നെ സൃഷ്ടിച്ചത് ആരാ? ദൈവമാണ്. അങ്ങനെയാണ് നിന്റെ ജീവിതത്തിലെ നന്മയും തിന്മയും തീരുമാനിക്കണം ആരാ? ദൈവമാണ്. അതാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിന്നെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും, പാപബോധം നൽകും. നിനക്ക് ചേരാത്തത് നിന്നെ ബോധ്യപ്പെടുത്തുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് അവൻ പറഞ്ഞത്, ചേച്ചി പറഞ്ഞ കറക്റ്റാ, സാഹചര്യം, അവൻ പറഞ്ഞ അഭിപ്രായം, ഇവൻ പറഞ്ഞ അഭിപ്രായമല്ല നിന്റെ അഭിപ്രായം. നിന്റെ ജീവിതത്തിൽ ക്ഷേമത്തിൻ്റെ പദ്ധതി തരുന്നത് ആരാ? ദൈവം നിന്നോട് സംസാരിക്കും. അതനുസരിച്ചാണ് നീ നടക്കേണ്ടത്. അതിനാണ് ഈ ആത്മാവിനെ തന്നേക്കണത്. ശരിയാണല്ലേ? അതാണ് ആത്മാവിൽ ജീവിക്കണമെന്ന് പറയണത്. നമ്മളിപ്പോൾ ജഡത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കണേ അല്ലേ? ജഡത്തിൻ്റെ, ലോകത്തിൻ്റെ, ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മൾ നടക്കണേ ഇല്ലേ? പിടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഉപവാസം എന്നൊക്കെ പറയണത്. എന്താണ്? ഭക്ഷണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാവും. ഈ ദിവസങ്ങളിൽ നോയമ്പെടുക്കണുണ്ടാവും ചിലർ. നിർബന്ധ നോയമ്പല്ല, എടുത്തോ, നല്ലത് തന്നെ. എന്താണ് നോയമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വലിയ നോയമ്പെടുക്കാം, അപ്പോൾ കുറച്ച് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. വലിയ നോയമ്പിന് നമ്മൾ ഇറച്ചി കഴിക്കുന്നില്ല, മാംസം കഴിക്കുന്നില്ല, മീൻ കഴിക്കുന്നില്ല, സമ്മതിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇറച്ചും മീനും തിന്മയായതുകൊണ്ടാണോ കഴിക്കാത്തത്? പാപമായതുകൊണ്ടാണോ കഴിക്കാത്ത? അല്ല, മറിച്ച് എന്തുകൊണ്ടാണ്? ഈ ഇറച്ചിയും മീനിലേക്കാളും സന്തോഷം, അത് കഴിക്കുമ്പോൾ കിട്ടുന്ന രുചിയേക്കാളും വലിയ ആസ്വാദ്യത ആർക്കുണ്ട്? എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത പീഡ സഹിച്ച ഈശോയുടെ സ്നേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് വെച്ചത്. എന്നിട്ട് നമ്മൾ ഈ ഈസ്റ്ററും ക്രിസ്മസും വരുമ്പോൾ ഇതെല്ലാം കൂടി വാരി വലിച്ച് തിന്നുന്നുണ്ട്. അത് തിന്മയാണെങ്കിൽ അതപ്പോൾ കഴിക്കാൻ പാടില്ലല്ല. തിന്മയായതുകൊണ്ടല്ല, പാപമായതുകൊണ്ടല്ല ഇത് ഉപേക്ഷിച്ചത്, മറിച്ച് അതിലും സന്തോഷം എൻ്റെ ഈശോയാണെന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം വേണം, പക്ഷെ അത് മാത്രം മതി എന്ന് വിചാരിക്കരുത്. ഇതിനേക്കാളും വലുതേതാ? ഈശോയാണ്. നമ്മളെ സൃഷ്ടിച്ച കർത്താവാ. നമുക്കെന്താണ്? കർത്താവ് എനിക്ക് അത് വേണം, ഇത് വേണം, ദാനങ്ങൾ വേണം, ദാതാവിന് വേണ്ട. അത് അപകടമല്ലേ? ദാതാവിനെ കിട്ടിയാൽ മതി. ആരാ? കർത്താവിനെ കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടാവോ? ദാനങ്ങളുടെ പുറകെ പോകണോ? അതാണ് മത്തായി 6:33. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പൊ ആദ്യം ആരാ വേണ്ടത്? ഈശോ. അമ്മ മാതാവ് രക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, അമ്മ മാതാവ് ഇത്രയും വളർന്ന് പന്തലിച്ചിരിക്കണ കാരണം എന്താ? ഈ ലോകത്തിലൊന്നും അടിമപ്പെട്ടില്ല. എനിക്ക് അത്ഭുതപ്പെടുന്ന കാര്യം, മാതാവിനെ ഒരു സെക്കൻഡിലെങ്കിലും പിശാചിന് തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒരു സെക്കൻഡെങ്കിലും ഒന്ന് പ്രലോഭിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം എന്താണ്? അകം മുഴുവൻ ഈശോയാ. ആ ആസ്വാദ്യത, എൻ്റെ കർത്താവിൽ ഞാൻ ആനന്ദിക്കുന്നു. അതായത് ഈ ആനന്ദം മുഴുവൻ ആരില്ല. പിന്നെ ഇത് പുറത്തുള്ളത് ബാധിക്കുമോ? ഇപ്പോൾ ഉദാഹരണം ഞാൻ വേറെ പറഞ്ഞുതരാം. നിങ്ങൾ മദ്യപിക്കണില്ല, ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ടാണ്? ഞാൻ അച്ഛനായതുകൊണ്ട് മദ്യപിക്കാൻ പാടില്ലെന്ന നിയമമുള്ളതുകൊണ്ടൊന്നുമല്ല, മറിച്ച് ഈ മദ്യപാനവും മയക്കുമരുന്നിനെയും ലഹരിയേക്കാളും വലിയ ആനന്ദം വിശുദ്ധ കുർബാനയിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. മനസ്സിലായേ? അപ്പോൾ അത് അനുഭവിക്കണ എനിക്ക് അതിൻ്റെ പുറകെ പോകണോ? മനസ്സിലായി? അപ്പോൾ നമ്മൾ എന്ത് ഉപേക്ഷിക്കുന്നു എന്നതിനേക്കാൾ ഉപരി എന്തിനെ സ്നേഹിക്കുന്നു, എന്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ടാണ്. ആരോടാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത്? അമ്മ മാതാവിൻ്റെ രക്ഷ അതാണ്. അമ്മ മാതാവ് എന്താണ്? ദൈവ കൃപ നിറഞ്ഞവൾ, നിറഞ്ഞു കവിഞ്ഞിരിക്കണം. ആരാ? ദൈവിക സ്നേഹം കൊണ്ട്. പിന്നെ വല്ലതിൻ്റെ പുറകെ പോകണോ? പറ. അതല്ലേ ആനന്ദം. അപ്പോൾ ഇതാണ് അമ്മയുടെ ഏറ്റവും വലിയ രഹസ്യം. അപ്പോൾ അവൾ അമലോത്ഭവയായപ്പോഴേക്കും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ കൃപ കൊണ്ടങ്ങോട്ട് നിറഞ്ഞു കവിഞ്ഞ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗ്ലാസ് ഇവിടെ വെച്ചേക്ക്, ഈ ഗ്ലാസ്സിൽ നിറച്ച് കവിയോളം വെള്ളമുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കയറുമോ? ഒരു എയർ പോലും കയറില്ല, ഫുള്ളല്ലേ. പക്ഷെ പാതി ഗ്ലാസ് ആണെങ്കിൽ അതിനകത്ത് എന്തും കയറാം. അഴുക്ക് വെള്ളവും കയറാം, അശുദ്ധവായുവും കയറാം, എന്തും കയറാം, ഇല്ലേ? അതുകൊണ്ടാണ് കർത്താവ് വേറൊരു സ്ഥലത്ത് ഉപമ പറയുമ്പോൾ പറയണില്ലേ, അടിച്ചു വാരിയിട്ട് ഒരു വീട്, അല്ലേ? ഒരു വീട് അടിച്ചു വാരിയിട്ട്. അതുകൊണ്ട് കാര്യമുണ്ടെന്നാണ് പറഞ്ഞത്. അടിച്ചു വാരിയിട്ട് എന്ത് പറ്റും? ഒഴിഞ്ഞു കിടന്ന എന്ത് പറ്റും? 7 അശുദ്ധാത്മാക്കളെ ഇരട്ടിയായിട്ട് വന്ന് കയറും എന്നാ പറഞ്ഞ കർത്താവ്, ഇല്ലേ? എൻ്റെ അർത്ഥം എന്താ? നമുക്ക് കുമ്പസാരം കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനാട്ടാ എന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ ക്ലീനായ ഞാൻ എന്നിൽ ആരെ നിറക്കണം? ഈശോയെ കൊണ്ട് നിറയണം, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കണം. അപ്പോൾ പിശാചിന് തോണ്ടാൻ പറ്റുമോ? പിശാചിന് വരാൻ പറ്റുമോ? അവന് സ്പേസ് ഇല്ല. അതാണ് അമ്മയുടെ പ്രത്യേകത. അവൾ അമലോത്ഭവയായി എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്? ഈ സംഭവമാണ്. അതായത് നമ്മളെ രക്ഷിക്കണം. കാരണം എന്താ? മനുഷ്യൻ പിശാചിൻ്റെ സ്വരം കേട്ട് അബദ്ധത്തിൽ വീണുപോയി, സാഹചര്യത്തിൽ
വീണുപോയി കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവിന് മനസ്സിലായി ഇനി അവനെ കൈത്താങ്ങ് കൊടുത്തില്ലെങ്കിൽ അവൻ പെട്ടുപോകും. അതുകൊണ്ട് അപ്പം തന്നെ വന്നു, അല്ലേ, നീ എവിടെയാണ്? അപ്പം അവൻ എന്താ പറഞ്ഞ? ആദം. ഞാൻ ചോദിക്കട്ടെ, രണ്ടെണ്ണം കൂടി പാവം ചെയ്തല്ല. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ തീർത്തും ബലഹീനരാണ്. ആണല്ലേ? അതുകൊണ്ടല്ലേ മാമോദിസ എത്ര പ്രാവശ്യം സ്വീകരിക്കാം? നമ്മുടെ ഈ സൈര്യലേപനം, തിരുപ്പട്ടോ, വിവാഹോ ആഗ്രഹിച്ചാലും ഒരു പ്രാവശ്യം കേട്ടാ, ഒരു പ്രാവശ്യമല്ലേ ഉള്ളു. കുംഭസാരോ. എന്തുകൊണ്ട്? കർത്താവിനറിയാം നമ്മ ബലഹീനരാണെന്ന്, അല്ലേ? ആ ബലഹീനരായ നമുക്ക് കർത്താവിൻ്റെ കൃപ കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പോലും പറഞ്ഞു, ഞാൻ ദുർഭകനായ മനുഷ്യൻ. അപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു, ആണല്ലേടാ, നീ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യണല്ലേ, എന്നാൽ നിനക്കിട്ടൊരു പണി തരാമെന്ന് പറഞ്ഞാ. അപ്പോൾ പറഞ്ഞെന്താണ്? നിന്റെ ബലഹീനതയിൽ എൻ്റെ കൃപ വർദ്ധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്താണ്? കർത്താവിൻ്റെ ഈ കൃപ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമ്മൾ മനുഷ്യരാണെന്നേ, വീണു പോകും. വീണെടുത്ത് കിടന്ന് ഉരുളരുത്. നമ്മുടെ പാപത്തെക്കുറിച്ചല്ല കർത്താവിൻ്റെ പ്രശ്നം. നിന്റെ പാപം കടിഞ്ഞോപ്പാണെന്നൊന്നും കർത്താവ് ചോദിക്കുമോ? ഇല്ല. അത് കഴുകിക്കളയും. കർത്താവിൻ്റെ കൺസേൺ നീ വീണെടുത്ത് കിടന്ന് ഉരുളരുത്. ധൂർത്തപുത്രൻ ലോകത്തിൻ്റെ സാഹചര്യത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീണ് ആറാടി അർമാദിച്ച് സകലതും നഷ്ടപ്പെടുത്തി. എന്നിട്ട് ഒന്ന് തിരിച്ചു വന്നപ്പോൾ തന്നെ പിതാവ് സ്വീകരിച്ചില്ലേ? എണ്ണിപ്പെറുക്കി ചോദിച്ചാവല്ലോ, പിടിച്ചകത്ത് കയറ്റിയില്ലേ? എന്നിട്ട് എന്ത് ചെയ്ത്? നഷ്ടപ്പെട്ടത് മുഴുവൻ ഇരട്ടിയായിട്ട് കൊടുത്താ. എന്തുകൊണ്ടാ കർത്താവ് കരുണ കാണിക്കണത്? നമ്മൾ കർത്താവിൻ്റെ കരുണയില്ലെങ്കിൽ നമ്മൾ വീണു പോവും, ബലഹീനരാണ്. അപ്പം ഇവിടെ പറഞ്ഞെന്നറിയോ, ഇവന്മാര് പാപം ചെയ്തപ്പോൾ ആദ്യം എന്താ ചെയ്ത്? സ്വയം രക്ഷിക്കാൻ നോക്കി. ആണല്ലേ? ആണാ? എന്താ ചെയ്തത്? ആദ്യം ചെയ്ത് എന്താ? ആദ്യം എന്ത് ചെയ്തു? ഇലക്ക് മുമ്പ്, ഇല അവിടെ ഇപ്പം ഉണ്ട്, ഇലക്ക് മുമ്പ് മരത്തിൻ്റെ ഇലയിൽ ഒളിച്ചു. ഞാൻ ചോദിക്കട്ടെ, ആരിൽ നിന്നാണ് ഒളിച്ചത്? ദൈവത്തിൽ നിന്ന് മരത്തിൻ്റെ ഇടയിൽ ഒളിക്കാൻ പറ്റുമോ? പറ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മണ്ടത്തരം ചെയ്ത് ആരാ? ആദമല്ലേ? ആദ്യത്തെ മണ്ടത്തരം ആദ്യം ചെയ്തു. കാരണം ദൈവത്തിൻ്റെ കൺമുമ്പിൽ നിന്നും ഒളിക്കാൻ നമുക്കാവില്ല, ശരിയല്ലേ? അതൊരു മരത്തിൻ്റെ മുകളിൽ ഒളിക്കാൻ പറ്റില്ല. അവനത് ചെയ്ത്. എന്നാൽ നമ്മൾ ഈ കാലഘട്ടത്തിലും നമ്മ പാപം ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് ഒളിച്ച് നടക്കണണ്ട. പാപം ചെയ്ത് ഇനി കുറച്ചുനാൾ പള്ളിയിൽ പോണ്ട, കുമ്പസാരിച്ചില്ലേലും കുഴപ്പമില്ല. ആണാ? മണ്ടത്തരമല്ലേ? രണ്ടാമത്തെ മണ്ടത്തരം അവർ കാണിച്ചെന്താണെന്നറിയോ? മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചത് എന്ത് ചെയ്തുകൊണ്ടാണ്? പറ. എന്താ ഇത്? അതേ നോക്ക്, അങ്ങോട്ട് നോക്ക്. അത്തീല നഗ്നരാണെന്ന് അറിഞ്ഞു. അതായത് പാപം ചെയ്ത ഒരു നാണക്കേടുണ്ട്. അല്ല, അതെല്ലാം ഒളിച്ചു വെച്ച് നുണ പറഞ്ഞിട്ട് നടക്കണത്. ആ നാണക്കേടും ചോദിച്ചിട്ട് നടക്കരുതെന്നാണ് ഈ പറയണത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ നാണക്കേട് മറക്കാൻ നമ്മൾ ചെയ്യണ ചില പരിപാടിയുണ്ട്. എന്താണ്? സ്വയം ന്യായീകരണം. ഓ, ഇത് കുഴപ്പമില്ല, ഇത് അവരും ചെയ്യണതല്ലേ, മനുഷ്യരല്ലേ നമ്മൾ, ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ആ ന്യായീകരണത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു? അത്തീല കൂട്ടിത്തുന്നി വസ്ത്രമുണ്ടാക്കി നഗ്നത മറക്കാൻ ശ്രമിച്ചു, ഇല്ലേ? അത്തീല കൂട്ടിത്തുന്നി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എംബ്രോയിഡറി വർക്ക് ആരാ ചെയ്തത്? വസ്ത്രം കൂട്ടിത്തുന്നി എംബ്രോയിഡറി വർക്ക്. എംബ്രോയിഡറി കടക്കൊക്കെ പേരിട്ടോ ഹൗ വാസ് എംബ്രോയിഡറി വർക്ക്സ്. മനസ്സിലായ? വേണ്ട. അപ്പം ഞാൻ പറഞ്ഞതെന്നറിയോ, അതായത് ഞാനത് തമാശക്ക് പറഞ്ഞല്ല, ഞാൻ പറയണത് നമ്മൾ ഇതുപോലെ സ്വയം ന്യായീകരണത്തിൻ്റെ കുറേ മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. പാപം ചെയ്തിട്ട് നമ്മൾ പല ന്യായീകരണവും കണ്ടെത്തുന്നുണ്ട്, ഇല്ലേ? ഈ അത്തീല കൂട്ടിത്തുന്നി നടന്ന് നമ്മൾ സ്വയം ന്യായീകരണത്തിൻ്റെ മറ പിടിച്ച് നഗ്നത മറക്കാൻ ശ്രമിച്ചാൽ എത്ര ദിവസം ഉണ്ടാവും? പറ. 2 ദിവസമോ? ഒരാടാതി കൂടി പോയാൽ എന്തായിരിക്കും അവസ്ഥ? മനസ്സിലായ? തമാശക്ക് പറഞ്ഞതല്ല. നമ്മൾ ഈ നമ്മളുണ്ടാക്കണ ഈ സ്വയം ന്യായീകരണമൊക്കെ ഇല്ലേ, തൽക്കാലത്തേക്കുള്ളതെന്ന് മാത്രമല്ല, അതിഭീകരമായി അവഹേളിക്കപ്പെടും, ശരിയല്ലേ? ആ ആട് പോലും കണ്ടില്ലേ, വല്ല കാര്യം ഉണ്ടായ? മനസ്സിലായ? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നമുക്ക് കാണുന്നത് എന്താണ്? മനോഹരമായ ദൈവത്തിൻ്റെ കരുണയാണ്. 3:21 കാണുന്നത് ഈ അത്തീലം കൂട്ടിത്തുന്നി മരത്തിൻ്റെ ഇടയിൽ ഒളിച്ച് മണ്ടത്തരം കാണിച്ചുകൊണ്ടിരുന്ന ആദവും ഹവ്വയും അന്വേഷിച്ച് ആര് വന്നു? ദൈവം വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? 3:21 പറഞ്ഞേ, എന്താണ്? മൃഗത്തിൻ്റെ തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി അവന് ധരിപ്പിച്ചു. അർത്ഥം എന്താണെന്നറിയോ? മൃഗത്തിൻ്റെ തോലെന്ന് പറഞ്ഞാൽ എന്താണ്? തുകല് നശിക്കുവോ?
ഈ അത്തിയിലാണ് സ്ട്രോങ്, തോലാണ് സ്ട്രോങ്. അപ്പോൾ ഈ മണ്ടൻ ഈ നശിച്ചു പോകുന്ന താൽക്കാലിക നഗ്നത മറക്കലുമായിട്ട് നടക്കണേ. ദൈവം എന്ത് ചെയ്തത്? ഒരിക്കലും നശിക്കാത്ത മറ പിടിക്കാൻ നിന്നെ നഗ്നത മറച്ചു ഇല്ലേ? അതാണ് കുമ്പസാരക്കൂട് ഇല്ലേ? നീ ഒരു പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരത്തിൽ പാപമോചനം നേടിക്കഴിഞ്ഞാൽ രണ്ടാമത് ആ പാവം ഏറ്റു പറയാമോ? പാടില്ല, പാവമാണ്. രണ്ടാമത് ഏറ്റു പറഞ്ഞാൽ അതെന്താണ്? കുമ്പസാരത്തിനെതിരായ പാവമോ? എൻ്റെ അർത്ഥം എന്താ? നീ ഒരു പാപം കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറഞ്ഞാൽ അതെന്നേക്കുമായി മായ്ക്കപ്പെട്ടു, മറ പിടിക്കപ്പെട്ടു ആണ്. അതാണ് മുദ്രയിട്ട് ഉറപ്പിക്കും. മനസ്സിലായ? അതാണ് കുമ്പസാരക്കൂട്ടിൽ നമുക്ക് സംഭവിക്കുന്നത് കേട്ടാ. അപ്പം അതാണ് ഉത്ഭവപാപത്തിൽ നിന്നും നമ്മൾ തിരിച്ചു പിടിക്കുന്ന അവസ്ഥകൾ. അതായത് ഉത്ഭവപാപം കൊണ്ട് നമുക്ക് എന്തുണ്ടായി? ചില ബലഹീനതകളുണ്ടായി. ആ ബലഹീനത കൊണ്ട് നമ്മൾ വീണ് പോകുന്നു. വീണെടുത്തിടുന്ന് വീണ്ടും നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം കുമ്പസാരക്കൂട്ടിൽ സൗജന്യമായി തരുന്നു. ഞാൻ പറയണത്, പരിശുദ്ധ അമ്മയെ ഇത്ര കമലോത്ഭയെ തന്നതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. പാപം അത്രക്ക് ദുരന്തമാണ്. പാപമില്ലാത്ത ജീവിതം അത്രയ്ക്ക് മനോഹരമാണ്. അമ്മ അമലോത്ഭയെ ജീവിച്ചതുകൊണ്ട് ഇന്ന് മഹോന്നതയായി നിൽക്കണില്ലേ? നമുക്കും കിട്ടിയ വിളി അത് തന്നെയല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, മാതാവിന് ജനിക്കുന്നതിന് മുമ്പേ അമലോത്ഭവത്വം കിട്ടി, ശരി, നമുക്കും അത് കിട്ടിയിട്ടില്ലേ? എപ്പോഴാണ് കിട്ടിയത്? എപ്പോഴാണ് കിട്ടിയത്? മാമോദിസയ്ക്ക് ശേഷം. അമ്മക്ക് കിട്ടിയത് മാമോദിസക്ക് മുമ്പ്, നമുക്ക് കിട്ടിയതാ മാമോദിസയ്ക്ക് ശേഷം. പക്ഷെ കിട്ടിയാ ഇല്ലേ? മനസ്സിലായ? അപ്പോൾ അമ്മക്ക് സ്പെഷ്യൽ എന്നൊന്നും പറയണ്ട, ഇത്തിരി നേരത്തെ കിട്ടി. കാരണം എന്താണ്? അവൾ പാപമില്ലാതെ തന്നെ ജനിക്കണമായിരുന്നു. കാരണം നമ്മളും അങ്ങനെ തന്നെ ജനിക്കാനാണ്, ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിന് ശേഷമാണെങ്കിലും നമുക്ക് ഈ ഉത്ഭവപാപം കർമ്മപാപവും നീക്കി നമ്മളെ വിശുദ്ധീകരിച്ച് വീണ്ടും ആ ബലഹീനത വീണുപോയാൽ വീണ്ടും നമ്മളെ വിശുദ്ധീകരിക്കാൻ ദൈവം എന്ത് ചെയ്യുന്നു? കുമ്പസാരക്കൂട്, വിശുദ്ധ കുർബാന, ഈ പാപപരിഹാരം ഇവിടെയാണ്. നമ്മൾ പരിഹാരം ചെയ്താൽ പരിഹാരമാകുക. ഈ ഓരോ കുർബാനയും എന്താ? നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമല്ലേ? അത് നമ്മൾ പങ്കെടുക്കണ്ടേ? ഞാൻ ചെയ്ത പാപത്തിനാണ് ഇവിടെ പരിഹാരം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ കുർബാനയിലും. ആ 2024 വർഷം മുമ്പ് കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത അതേ പരിഹാര ബലി ഇന്ന് അർപ്പിക്കണം. എന്തുകൊണ്ടാ? ഇന്നും അർപ്പിക്കണം. എന്തുകൊണ്ടാ? ഇന്നും ഞാൻ ആ പാപം ചെയ്യണോണ്ടല്ലേ, ഇന്ന് ഞാൻ ആ പാപത്തിന് വീഴണോണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ പാപത്തിന് പരിഹാരം ഇന്ന് ഓരോ കുർബാനയും മുടക്കരുതെന്ന് പറയേണ്ട കാര്യം മനസ്സിലായ? കർത്താവ് നമുക്ക് വേണ്ടി ഔദാര്യത്തോടെ നിന്നെ കഷ്ടപ്പെടുത്താതെ നിന്റെ പരിഹാരം കർത്താവ് ചെയ്യുമ്പോൾ അതിനോട് നമ്മൾ ചേരണ്ടേ? ആ ബലിയിൽ പങ്കെടുക്കണ്ടേ? ആ ബലിയോട് ചേർന്ന് നമ്മൾ ബലി അർപ്പിക്കണ്ടേ? അങ്ങനെ പാപപരിഹാരത്തിൽ സ്വീകരിക്കപ്പെട്ട് അമ്മയെ പോലെ അമലോത്ഭവത്തിലേക്ക് പാപമില്ലാത്തവരായി ജീവിക്കണം. അത് ലോകത്ത് തെളിയിച്ചവരാരാ? വിശുദ്ധന്മാര്. വിശുദ്ധിയിൽ ജീവിച്ചില്ലേ? ഈ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെ സാഹചര്യത്തിലാണെങ്കിലും ഈ ലോകത്തിൻ്റെ സാഹചര്യത്തിൽ വീഴാതെ അവർ ജീവിച്ച. എന്തുകൊണ്ടാ? ദൈവത്തോട് ചേർന്ന് നിന്നു, അമ്മയോട് ചേർന്ന് നിന്നു. പരിശുദ്ധ അമ്മ അവരുടെ മാധ്യസ്ഥ യാചിച്ചു. നമ്മൾ കാണുന്നുണ്ട് എല്ലാ മരിയഭക്തരും വിശുദ്ധരായി. കാര്യം എന്താ? അമ്മയോട് ചേർന്നാൽ അമ്മ ആരിലേക്ക് അടുപ്പിക്കും? ഈശോയിലേക്ക്. പിന്നെ കുറവുണ്ടാവോ? നിന്റെ കുറവ് നിറവാക്കുന്ന അമ്മ. അപ്പോൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അമ്മയോട് ചേർന്ന് ഈശോയുടെ കൃപയാൽ നമ്മൾ നിറയണം. നമ്മൾ കുമ്പസാരം കഴിഞ്ഞ് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. കുമ്പസാരം കഴിഞ്ഞ് അമ്മയെ പോലെ ദൈവകൃപ കൊണ്ട് നിറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ ദൈവകൃപ കൊണ്ട് നിറയുന്നതാണ് വിശുദ്ധ കുർബാന, കൂദാശ ജീവിതം, പ്രാർത്ഥനകൾ, ദീപികാനുസരണത്തിലുള്ള നമ്മുടെ ആരാധനാ മണിക്കൂറുകൾ. മനസ്സിലായേ? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമലോത്ഭവ തിരുനാൾ ആചരിക്കാൻ ഒരുങ്ങുമ്പോൾ അമ്മ മാതാവ് നമ്മളെയും ഓർപ്പിക്കുക, ഒരു മനുഷ്യ സ്ത്രീക്ക് ഈ പാപമേശാതെ ജീവിക്കാൻ ഈ ലോകത്തിൽ പറ്റിയെങ്കിൽ നമുക്കും അതിനുള്ള കൃപ കർത്താവ് തരുന്നുണ്ട്. അത് നമുക്ക് മേടിച്ചു തന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് ആരാ? പരിശുദ്ധ അമ്മ. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പാപമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാം. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ അമലോത്ഭവ തിരുനാൾ ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ ഈ മരിയൻ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും സാന്നിധ്യവും വഴി ഈ ലോകത്തിൻ്റെ പിശാചിൻ്റെ ദുഷ്ടൻ്റെ കെണികളിൽ നിന്ന് തിരിച്ചറിവോടെ സുബോധത്തോടെ എഴുന്നേൽക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും ആത്മാവിനാൽ നിറഞ്ഞ് പാപബോധം തിരിച്ചറിയത്തോടുകൂടെ പാപത്തെ അറപ്പോടെ വെറുപ്പോടെ ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് കാഴ്ചവെപ്പ് ഗാനം ആലപിച്ച് നമ്മുടെ ജീവിതങ്ങളെ ഈ അൾത്താരയിൽ കാഴ്ചവെച്ച് ഈ വിശുദ്ധ ബലി വിശുദ്ധിയോട് അർപ്പിച്ച് പ്രാർത്ഥിക്കാം.